തൃത്താലയിൽ ഹമാസ് ഭീകരരുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിച്ച വാർത്ത വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കിയതിന് വീട്ടമ്മയ്ക്ക് ഭീഷണി. ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശിയായ സുലേഖയ്ക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഹമാസ് ഭീകരവാദികളെക്കുറിച്ചുള്ള ജനം TV വാർത്തയാണ് സുലേഖ സ്റ്റാറ്റസായി ഇട്ടത്. വീഡിയോ കോൾ വഴിയും മെസ്സേജ് വഴിയും ഭീഷണിപ്പെടുത്തിയതായി സുലേഖയുടെ പരാതിയിൽ പറയുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപും ഒപ്പം പാലക്കാട് നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്ത അരുൺ ആലത്തൂരും ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്കാണ് പോകുന്നത്. അരുൺ, ജനം TV വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്, VT ബൽറാമിന്റെ അടക്കമുള്ളത്. ഇപ്പോൾ ഈ ഒരു വാർത്ത സ്റ്റാറ്റസ് ഇട്ടതിനും കൂടി ഭീഷണി സന്ദേശം. വല്ലാത്തൊരു നാടായിട്ട് മാറിയിരിക്കുന്നു കേരളം. തീർച്ചയായിട്ടും രജനി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പാലക്കാട് തൃത്താലയിൽ ഈ പള്ളി ഉറൂസിനോട് അനുബന്ധിച്ചുള്ള തൃത്താല ഫെസ്റ്റ് എന്ന പരിപാടിയിൽ ആനപ്പുറത്ത് ഈ ഹമാസ് ഭീകരവാദികളുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ജനം TV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും മറ്റ് ഇംഗ്ലീഷ് ചാനലുകൾ ഉൾപ്പെടെ അത് ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്തിരുന്നു. മാത്രമല്ല BJP സംസ്ഥാന DGPക്കും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെ വിഷയത്തിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും സ്വാഭാവികമായിട്ടും ഈ വാർത്ത ജനം TVയിലൂടെ കണ്ട ഒരു വീട്ടമ്മ, ആ വീട്ടമ്മ അവരുടെ ആശങ്കയും അതുപോലെ തന്നെ ഇത്തരത്തിൽ പോലും കേരളത്തിൽ ഈ തീവ്രവാദികളെ, ഹമാസ് തീവ്രവാദികളെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ആശങ്കയോടുകൂടെയാണ് അവർ വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസായി ഇട്ടതായി പറയുന്നത്. ഏതായാലും അത്തരത്തിൽ സ്റ്റാറ്റസായി ഇട്ട ഒരു വീട്ടമ്മയ്ക്കാണ്, ഈ ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ സുലേഖ എന്ന വീട്ടമ്മയ്ക്കാണ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇവർ രാത്രി ഒരു 10 മണിയോടുകൂടെയാണ് ഈ സ്റ്റാറ്റസ് ഇടുന്നത്. അതിനുശേഷം ഈ വീട്ടമ്മയെ ഫോണിൽ വിളിച്ച് നിരന്തരം ഭീഷണി മുഴക്കുകയായിരുന്നു. രാത്രി 1 മണി വരെയും ഭീഷണികൾ ഉണ്ടായിരുന്നു, ഭീഷണി കോളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏതായാലും ഈ ഭീഷണി വന്നതോടുകൂടെ ഇവർ പോലീസിൽ പരാതി നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭീഷണി കോൾ വന്നതും പോലീസ് പറയുന്നത് പാലക്കാട് പട്ടാമ്പി ഭാഗത്തു നിന്നാണ്. ഈ ആലപ്പുഴയിലെ വീട്ടമ്മയ്ക്ക്, അവർ വീട്ടിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത്, അവരൊക്കെ ഈ പാലക്കാട് പട്ടാമ്പി ഭാഗത്തു നിന്നാണ് കോൾ വന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പോലീസ് അതിൽ ആ വീട്ടമ്മയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി അരുൺ, എന്തായാലും നിഷ കൂടി ചേർന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. നിഷ, നേരത്തെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭീഷണി സന്ദേശങ്ങളൊക്കെ തന്നെ വന്നു, അപ്പം വാട്സപ്പ് കോളുകൾ അത് വലിയ രീതിയിലുള്ളൊരു ഭീഷണിയായിട്ട് തന്നെയാണ് വന്നത്. ഇപ്പോൾ അരുൺ പറയുന്നുണ്ട് പാലക്കാട് പട്ടാമ്പി ഭാഗത്ത് നിന്നാണ് ഇങ്ങനെയൊരു സന്ദേശം അവർക്ക് ലഭിച്ചത്, തോട്ടപ്പള്ളി സ്വദേശിയായ സുലേഖയ്ക്ക് ലഭിച്ചെന്നാണ്. മറ്റെന്തൊക്കെയാണ് ആ ഭീഷണി സന്ദേശത്തിൽ പറഞ്ഞത്, എന്തൊക്കെയാണ് സുലേഖ പ്രതികരിച്ചത്? രജനി, തോട്ടപ്പള്ളി അമരയുടെ തോപ്പിൽ വീട്ടിൽ സുലേഖയ്ക്കാണ് ചൊവ്വാഴ്ച രാത്രി 1 മണിയോടുകൂടി ഇത്തരത്തിൽ ഭീഷണി സന്ദേശങ്ങളും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള കോളുകളും ഒക്കെ വന്നത്. വാട്സാപ്പ് കോളുകളായിരുന്നു എന്നാണ് സുലേഖ നമ്മളോട് പറഞ്ഞത്. ഇവർ രാത്രി 10:51 നമ്മുടെ ജനം TVയുടെ വാർത്ത സ്റ്റാറ്റസ് ആക്കി ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച ഒരു വാർത്ത സ്റ്റാറ്റസ് ആക്കി. ആ സ്റ്റാറ്റസ് ഇവർ 10:51 ഇടുന്നു. അതിനുശേഷം ഇവർ കിടന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ നിരന്തരമായി ഫോണിലേക്ക് കോളുകളും ഭീഷണി സന്ദേശങ്ങളും വാട്സപ്പ് കോളുകളായിരുന്നു അതൊക്കെ എത്താൻ തുടങ്ങിയത്. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഉൾപ്പെടുത്തി ഉള്ള ഒരു ഭീഷണി, അതായത് അവരെ അപായപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഭീഷണിയായിരുന്നു വന്നതെന്നാണ് സുലേഖ പറയുന്നത്. ഇവർ അമ്പലപ്പുഴ CIക്ക് പരാതി നൽകി. പോലീസും ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏതാണ്ട് 5 പേരുടെ ഇവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ട ആരോ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. രജനി, ഇവർക്ക് ഈ ഭീഷണി സന്ദേശമൊക്കെ എത്താൻ തുടങ്ങിയത് ചൊവ്വാഴ്ച രാത്രി ഏതാണ്ട് 12 മണിക്ക് ശേഷമാണ്. 10:51 സുലേഖ നമ്മുടെ ജനം TVയുടെ വാർത്ത സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നു. തുടർന്ന് ഭീഷണി സന്ദേശങ്ങളും കോളുകളും ഒക്കെ വരുന്നു. ഒരു നമ്പറിൽ നിന്നും ഒരു യുവാവാണ് വിളിച്ചതെന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടർന്ന് ബുധനാഴ്ച ഇന്നലെയാണ് പോലീസിൽ അമ്പലപ്പുഴ CIക്ക് സുലേഖ പരാതി നൽകിയത്. പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ വാട്സപ്പ് ഈ നമ്പറുകൾക്ക്, അതായത് ഈ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സുലേഖയ്ക്ക് കോള് വന്ന നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പട്ടാമ്പി സ്വദേശിയായ ഒരാളാണ് സുലേഖയുടെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നമ്പർ കേന്ദ്രീകരിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല ഇന്റലിജൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മത തീവ്രവാദികളായ ആരോ ആണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് ഉറപ്പിച്ച് സുലേഖ പറയുന്നത്. കാരണം അവർ ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. സ്റ്റാറ്റസ് കണ്ട ആളുകളെ അവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം.
ആ കാര്യങ്ങൾ അവർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറ്റസ് കണ്ട ആളുകളെ കുറിച്ചും ഇവരുടെ ബന്ധുക്കളും മക്കളുമായ ചില ആളുകൾ കണ്ടിട്ടുണ്ട്. അതല്ലാതെ പുറത്തുനിന്ന് ഇവരുടെ പരിചയക്കാരായ ചില ആളുകൾ ഈ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട്. സ്റ്റാറ്റസിന്റെ സ്ക്രീൻഷോട്ട് സഹിതം, അതായത് സുലേഖ ഇട്ട സ്റ്റാറ്റസിന്റെ സ്ക്രീൻഷോട്ട് സഹിതം സുലേഖയ്ക്ക് തിരിച്ച് ഈ പാലക്കാടുള്ള നമ്പറിൽ നിന്ന് വിളിച്ച യുവാവ് സുലേഖയ്ക്ക് തിരിച്ച് ഈ സ്റ്റാറ്റസ് അയച്ചു കൊടുത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറ്റസ് കൃത്യമായി സ്ക്രീൻഷോട്ട് എടുത്ത് വിളിച്ച ആൾക്ക് അയച്ചു കൊടുത്തു എന്നുള്ള കാര്യവും ഇവർ പരാതിയിൽ പറയുന്നുണ്ട്. അമ്പലപ്പുഴ സിഐക്കാണ് പരാതി നൽകിയത്. ഈ നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പോലീസ് അന്വേഷണം നടത്തുന്നത്. രജനി. ശരി. എന്തായാലും ഒരു വാർത്ത പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് സ്റ്റാറ്റസ് ഇടാൻ പോലും പറ്റാത്ത നാടായിട്ട് കേരളം മാറിയിരിക്കുന്നു. തൃത്താലയിലെ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ, ആന എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന ചിത്രങ്ങളും ആ വാർത്തയും ഒക്കെ തന്നെ ജനം TV-യാണ് പുറത്തുവിട്ടത്. അത് സ്റ്റാറ്റസ് ആക്കിയ തോട്ടപ്പള്ളി സ്വദേശി സുലേഖയ്ക്കെതിരെയാണ് ഭീഷണി സന്ദേശങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും ഇതിലിപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.